ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹെഡ് മാസ്റ്റർ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം ഇന്ന് നമ്മളെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഒരു പുതിയൊരു സ്മാർട്ട് ഫ്ലാസ്ക്കാണ് കേട്ടോ. ഇതാണ് സ്മാർട്ട് കപ്പ്. ഫ്ലാസ്ക് നമ്മളെ വെള്ളം, തണുത്ത വെള്ളം, ചൂടുവെള്ളമൊക്കെ കൊണ്ടെടുക്കാൻ പറ്റിയ ഒരു സ്മാർട്ട് ഇതാണ്. ഡിസ്പ്ലേ കണ്ടില്ലേ, ഇത് ഡിസ്പ്ലേ ഉണ്ടാവും. ടെമ്പറേച്ചർ അറിയാൻ വേണ്ടി ഡിസ്പ്ലേ വർക്ക് ചെയ്യണില്ല, അതാണ് ഇതിൻ്റെ പ്രശ്നം. പുതിയതാണ്, ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ചിലർ ഉപേക്ഷിക്കാറാണ് പതിവ്. അപ്പോൾ ഇതും നന്നാക്കി എടുക്കാമെന്നുള്ളതൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇതിനുള്ളതൊക്കെ കരുതിയാണ് കേട്ടോ. ഇതുണ്ടോ, ഇതാണ് മെയിൻ. ഇതിൻ്റെ ഡിസ്പ്ലേ പോയിൻറ്റ് കാര്യങ്ങളും ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ളിലാണുള്ളത്. അപ്പോൾ ഇത് നമുക്ക് അയക്കുന്ന രീതി എങ്ങനെയാണെന്നുള്ളതാണ് ഇന്ന് വീഡിയോയിൽ കാണിച്ചു പോകുന്നത്. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കളും സബ്സ്ക്രൈബ് ചെയ്തു കേട്ടോ. എന്നാൽ ഇതുപോലെയുള്ള പുതുമയാർന്ന വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ചെയ്യേണ്ടത് പറഞ്ഞാൽ ഇതാ, ഇവിടെ ഭാഗം, മുകൾ ഭാഗം പലർക്കും അറിയില്ല, അതുകൊണ്ട് പിടന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പോരും. ഇത് കത്തി എന്ത് ഉപയോഗിച്ച് വെടന്തെടുത്താൽ മതി. ഇത് കണ്ടില്ലേ, ഇതുപോലെ കണ്ട് പോരും. അതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലാണ് ഒരു കുഞ്ഞു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, ചെറിയൊരു ഡിസ്പ്ലേ ആണ്. ഇതിങ്ങനെ കണ്ട് പൊന്തിച്ചെടുത്താൽ ഇതുപോലെ കണ്ട് പോരും. കണ്ടില്ലേ, ഒരു ബാറ്ററി ഉണ്ട്. ഇതാണ് ടച്ച് സെൻസർ കേട്ടോ. ഈ കാണുന്നത് നമ്മൾ ടച്ച് ചെയ്ത അതാണ് ടച്ച് സെൻസർ. ഇത് കുഞ്ഞത്, ഇത് സെൻസർ. ഇത് നമ്മളെ തെർമോസ്റ്റാറ്റിൻ്റെ കോയിലാണ്, ടെമ്പറേച്ചർ അറിയാനുള്ള സെൻസറാണ് കേട്ടോ, ടെമ്പറേച്ചറിൻ്റെ. അപ്പോൾ ഈ ബാറ്ററി നമുക്ക് ആദ്യം ബാറ്ററി, കാരണം ഇത് പുതിയതാണ്, ഉപയോഗിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ബാറ്ററി കംപ്ലൈൻ്റ് ആവാനും സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ബാറ്ററി ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ വോൾട്ടും കാര്യങ്ങളും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പം ബാറ്ററി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഇവിടെ മൾട്ടിമീറ്റർ എടുത്തിട്ടുണ്ട്. മൾട്ടിമീറ്റർ നമ്മൾ ആക്റ്റീവും പോസിറ്റീവും വെച്ചൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ടില്ലേ, വോൾട്ടും കാര്യങ്ങളൊന്നും കാണിക്കണില്ല. അപ്പോൾ ബാറ്ററി ഏതായാലും കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. നമുക്ക് പുതിയൊരു ബാറ്ററി കയ്യിലുണ്ട്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് ഒന്ന് ഇട്ട് നോക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ ബാറ്ററിൻ്റെ ഇത് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. എത്ര ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. വോൾട്ട് ഇത് ചെക്ക് ചെയ്യേണ്ടത് പുതിയ ബാറ്ററിയാണ് കേട്ടോ. 3.34 വോൾട്ട്. ഈ വോൾട്ട് കിട്ടണം. അപ്പോൾ ബാറ്ററിയാണ് ആവാനുള്ള സാധ്യത. ഇനി വേറെ എന്തെങ്കിലും പ്രശ്നമുള്ളത് മുട്ട് നോക്കട്ടോ. ഏതായാലും ബാറ്ററി പുതിയത് ഇത് കയറ്റി നോക്കുന്നുണ്ട്. ഓക്കെ, ഇത് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഡിസ്പ്ലേ വന്നു. ടച്ച് ചെയ്ത സമയത്ത് കാണിച്ചു കേട്ടോ. ഇതാണ് സെൻസർ കേട്ടോ. എങ്ങനെയുണ്ട്, തട്ടിച്ചാൽ കത്തി കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല മൊബൈലിൽ, കാരണം ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. ലൈറ്റ് ഓഫാക്കിയാണ് കാണിച്ചു തരാം കേട്ടോ. എന്നാലും അക്കങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. ഇത് സംഭവം റെഡി ആയിട്ടുണ്ട്, ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പോൾ ഒന്നുമില്ല, 30 ഡിഗ്രി സെൽഷ്യസിലപ്പോഴാണ് ഇപ്പോൾ ഇത് കാണിക്കണത്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊരു പഴയതുപോലെ തന്നെ ഇതുപോലെ തന്നെ വെക്കാം കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം, ടെമ്പറേച്ചറിൻ്റെ ആ വയറ് അടിയിലോട്ടാവണം. എന്നാൽ മാത്രമേ നമ്മുടെ ഫ്ലാസ്കിലുള്ള വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ഇതിൽ കാണിക്കുള്ളൂ. ഇത് വയതുപോലെ ഇത് മൂടുക. കാണിച്ചു തരട്ടോ. കണ്ടില്ലേ, ഇപ്പം എല്ലാം ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ. 33 ഡിഗ്രി. ഇപ്പോൾ വെള്ളം കാര്യങ്ങളൊന്നും അതിലില്ല കേട്ടോ. ഇപ്പം നമ്മളെ റൂമിൻ്റെ അതിനുള്ളിലുള്ള ടെമ്പറേച്ചറിൻ്റെ കാണിക്കുക എന്നുള്ളൂ.
ഞാൻ ഇതിലോട്ട് ചൂടുള്ള വെള്ളം കേട്ടോ ഒഴിച്ച് കണ്ട് ടെസ്റ്റ് ചെയ്ത് തരാം, കാണിച്ചു തരാം കേട്ടോ എത്ര ഇത് കാണിക്കുന്നുണ്ടെന്ന്. കേട്ടോ 95, 96 അങ്ങനെ കയറി പോകുന്നുണ്ട്. ആ ഒരു ഇതാണ് ഇപ്പോൾ കാണിക്കുന്നത്, ഫ്ലാസ്കിൽ നിലനിൽക്കണേ ആ ടെമ്പറേച്ചർ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം കേട്ടോ.